വളരെ ശക്തരും മെച്ചപ്പെട്ടവരുമായ പുതിയ ടീമാണ് വി ഡി സതീശൻ സർക്കാരിൽ ഭരണത്തിലേറാൻ പോകുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. PC വിഷ്ണുനാഥിനെ പോലെ, ടി സിദ്ദീഖിനെ പോലെ, എം ലിജുവിനെ പോലെ, മാത്യു കുഴൽനാടനെ പോലെ, ചാണ്ടി ഉമ്മനെ പോലെ, VT ബൽറാമിനെ പോലെ ഒക്കെ കരുത്തുള്ള ആളുകളുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന മന്ത്രിസഭ കാഴ്ചപ്പാടുകളുടെയും അതുപോലെ തന്നെ വേറിട്ട ഇടപെടലുകളുടെയും ഒക്കെ ഒരു നവകേരളം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം വേറെന്തെങ്കിലും തരത്തിലുള്ള മേൽവിലാസങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ എല്ലാവരെയും നിശബ്ദമാക്കി വേറൊരു മുഖവും വേറൊരു പേരും വേറൊന്നും ഉയർന്നു കേൾക്കരുതെന്ന വാശിയോ കടുകട്ടി ന്യായങ്ങളോ ഇല്ലാതെ സ്വതന്ത്രമായ ചിന്തകൾ അവരവരുടെ നടപടികളിലൂടെ മെച്ചപ്പെട്ട സമീപനമെങ്കിലും നൽകാൻ ജനങ്ങൾക്കായാൽ അതുതന്നെ വലിയൊരാശ്വാസമാണ്. ആദ്യം തന്നെ വി ഡി സതീശൻ തനിക്ക് പത്രാസ് വേണ്ടെന്നും വണ്ടിക്കൂട്ടങ്ങളുടെ അകമ്പടി വേണ്ടെന്നും തന്നെ പറഞ്ഞപ്പോൾ ജനങ്ങളാകെയും ഒന്ന് നെടുവീർപ്പിട്ടു. പിന്നെ ക്ലിഫ് ഹൗസിൽ അവസാനമൊരുക്കിയ കാലിത്തൊഴുത്തും പിന്നെ കാലിക്കൂട്ടവും സംഗീതവും എന്നു വേണ്ട ആർക്കും തിരുവായ്ക്കെതിർവായില്ലാത്ത വിധം അവിടെയെല്ലാം നിറഞ്ഞു നിന്നതെല്ലാം മാറ്റി സാധാരണ മനുഷ്യർക്ക് അവരെ കേൾക്കാനും കാണാനും ഇടം നൽകുന്ന ഒരു വേറിട്ട സമീപനത്തിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കാം. എപ്പോഴും അത്തരം നിലപാടുകളുള്ള വേറിട്ട ആളുകളെ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതും പ്രധാനമാണ്. വനിതകളുടെ പ്രതിനിധിയായി ബിന്ദു കൃഷ്ണയെയും അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ്റെയും തുളസിയുടെയും ഒക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ലീഗിലാകട്ടെ പരിണിതപ്രജ്ഞനായ കുഞ്ഞാപ്പയുടെ നേതൃത്വത്തിൽ പുതിയ മുഖങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. RSPയിൽ നിന്ന് ഷിബു ബേബി ജോണും കേരള കോൺഗ്രസ് ജെയിൽ നിന്ന് ഒരു മന്ത്രിയെ ഉള്ളെങ്കിൽ മോൻസ് ജോസഫും അതുപോലെ തന്നെ CP ജോണിനെ പോലുള്ളവരും അനൂപ് ജേക്കബിനെ പോലുള്ളവരുമൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഒന്നിലധികം വനിതകൾ ഉറപ്പായും ഉണ്ടാകും എന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന സൂചനകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും AP അനിൽകുമാറും സണ്ണി ജോസഫിനെയും പോലെയുള്ള മുതിർന്ന നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളുമായി ഈ സർക്കാരിൽ കാണും. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഓപ്പറേഷൻ കുബേര അടക്കമുള്ള വേറിട്ട പരിപാടികൾ സംഘടിപ്പിച്ച ഒരുപക്ഷെ ആളുകൾക്കും മനുഷ്യർക്കും സ്റ്റേഷനിലേക്ക് എത്താവുന്ന കാർക്കശ്യമില്ലാത്ത ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രമേശ് ചെന്നിത്തലയായിരിക്കുമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച നടക്കാനിരിക്കെ മന്ത്രിമാരും അതുപോലെ തന്നെ ബാക്കി നടപടികളുമൊക്കെ ഇന്ന് രാത്രിയോടെയെങ്കിലും പൂർത്തീകരിക്കുകയും നാളെ പ്രഖ്യാപനമുണ്ടാവുകയും അത് രാജ്ഭവനിലേക്ക് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പുതുമുഖങ്ങൾ, പുതിയ പ്രതീക്ഷകൾ ജനങ്ങൾക്ക് നന്മകൾ ചെയ്യുന്നതിന് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു.